السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، يا صحاب الوقت أعلم بحكم نيابتكم. يا صاحب الوقت أعلم بكم نيابة عنكم وأضع جبهتي تحت قدميكم. يا صاحب الوقت في جبهتي تحت نعالكم وأعلم بحكم نيابة عنكم. كافها يا عين صاد كفية حميم عين سين قاف حمية. وبحمزة الغفار عم المصطفى صد الله وسيد الشهداء. وبحمزة الغفار عم المصطفى صد الله وسيد الشهداء. وبحمزة الغفار عم المصطفى صد الله وسيد الشهداء. اعلموا يا أمة سيدنا مولانا محمد. അല്ലാഹു നമ്മളിൽ നിന്ന് ഈ അമൽ ഒരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. ഞാൻ വളരെ മനസ്സ് നിറയെ സന്തോഷിക്കുകയാണ്. മുതഅല്ലിമീങ്ങളോ ഉസ്താദുമാരോ ആരും മഴ വർഷിച്ചതിൻ്റെ പേരിൽ ഒരു ചെറിയ ജസഅ പോലും കാണിക്കരുത് എന്ന ആമുഖമായ ഉണർത്തം നമ്മുടെ നമ്മുടെ ഈ ലളിതമായ പ്രോഗ്രാം പൗഢമാണ്. നമ്മളൊക്കെ പാവങ്ങളായതുകൊണ്ട് ലളിതമായ നമ്മുടെ ഈ പ്രോഗ്രാം പ്രൗഢമാണെന്ന് പറയാൻ കാരണം നമ്മളിത് വട്ടപൂജ്യത്തിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് തുടങ്ങിയതാണ്. ഇവിടെ ഒരു ഫ്ലാറ്റ് വന്നതാണ് ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം. ഒരു ഫ്ലാറ്റ് വന്നപ്പോൾ ഒരു മദ്രസ നിർബന്ധമാവുകയും മദ്രസ നമ്മൾക്ക് ലഭിച്ചപ്പോൾ ഒരു ദഅ്വ കോളേജിനെ പറ്റി ചിന്തിക്കുകയും ചെയ്തതാണ് ഈ വെളിച്ചത്തിൻ്റെ ഒക്കെ കാരണം. വളരെ കഷ്ടപ്പാടുകൾ ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിലും ഈ പ്രദേശത്തെ ഇതൊരു വലിയ വെളിച്ചമാണ്. ജീവിതത്തിൽ നമ്മൾ അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നത് ശരിയാണ്. എന്നാലും ഒരു 4 മക്കൾ ഫാത്തിഹ പഠിച്ച് ആ ഫാത്തിഹ കൊണ്ട് അവർ നിസ്കരിച്ചാൽ ആ നിസ്കരിക്കുന്ന നിസ്കാരം ഒക്കെ നമ്മൾക്ക് ഫലപ്പെടും. അല്ലാഹു വലിയ ഉദാഹരണമാണ്. അള്ളാഹുവിൻ്റെ ഉദാരത വളരെ വലുതാണ്. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ ഉദാരതയുടെ തണലിൽ ഇങ്ങനെ ജീവിച്ചു പോവാണ്. അള്ളാഹുവിന് സത്താർ, ഹലീം എന്നൊക്കെ ഉള്ള ചില വിശേഷണങ്ങളുണ്ട്. സത്താർ എന്ന് പറഞ്ഞാൽ അഴിബുകളെ ഒളിപ്പിച്ചു വെക്കുന്നവൻ എന്നാണ്. അഴിബുകളെ മൂടി വെക്കുന്നവൻ എന്നാണ്. ഗഫാർ എന്ന് പറഞ്ഞാലും ദോഷങ്ങളെ മൂടി വെക്കുന്നവൻ എന്നാണ്. ദോഷങ്ങൾക്ക് മുന്നിൽ സ്ക്രീനിടുമ്പോഴാണ് ഗഫാർ എന്ന് പറയുന്നത്.
ഹലീം എന്നാൽ എടുത്തുചാട്ടമില്ലാത്തവൻ എന്നാണ്. സമാധാനി എന്നും മറ്റൊരു വകഭേദത്തിൽ പറയും. ഏതായാലും അള്ളാഹുവിൻ്റെ എടുത്തുചാട്ടമില്ലായ്മയും പക്വമായ നിലപാടും സമാധാനപരമായ നീക്കവും അഴിബുകളെ ഒളിപ്പിച്ചു വെക്കലും ഒക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഈ ലോകത്ത് വീണ്ടും കുപ്പായിട്ട് നടക്കാൻ അവസരം കിട്ടുന്നത്. അല്ലെങ്കിൽ എന്നോ ജനങ്ങൾ പിന്നാലെ കൂടി തല്ലിക്കൊല്ലും. അതിനുമാത്രം പാപഭാരങ്ങളുമായിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഉദാരത ബോധ്യപ്പെടാൻ ഇതുമാത്രം മതി. നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹുവിനോട് നമ്മൾക്ക് സ്നേഹം ഉണ്ടാകണം. അള്ളാഹുവിനെ നമ്മൾക്ക് ഭയവും വേണം. ഭയവും സ്നേഹവും ഒന്നിച്ച് സമപ്പെടുത്തിയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. നമ്മളിൽ പലർക്കും ഉള്ളത് പ്രതീക്ഷകൾ മാത്രമാണോ എന്ന് തോന്നിപ്പോകും. പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പേടിയുടെയും ഇടയിലാണ് മുഅ്മിനായ മനുഷ്യന്റെ ഈമാൻ എന്ന് മുത്തനബി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റുകളിൽ പേടിച്ചരണ്ട് നിൽക്കുമ്പോൾ പോലും എൻ്റെ പടച്ചവൻ എന്നോട് മാപ്പാക്കും എന്ന പ്രതീക്ഷയും നമ്മൾക്ക് വേണം. ഇങ്ങനെയാണ് ജീവിതത്തിൻ്റെ കപ്പിത്താന്മാരാകുന്ന നമ്മൾ ഈ കപ്പലിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് 5 വക്ത് നിസ്കാരം സമയം തെറ്റാതെ നിസ്കരിക്കണം. സമയം തെറ്റാതെ എന്നത് മനഃപൂർവമായി ഉപയോഗിച്ച വേടാണ്. സഹോദരിമാരോട് വിശേഷിച്ചും നിങ്ങളെ എപ്പോഴെങ്കിലല്ലേ ലഭിക്കുള്ളൂ. ഹോസ്പിറ്റലിൽ പോയാലും പ്രസവത്തിന് വേണ്ടി തന്നെ ഹോസ്പിറ്റലിൽ പോയാലും പ്രസവിക്കുന്നത് വരെയുള്ള നിസ്കാരം നമ്മൾക്ക് നഷ്ടപ്പെടരുത്. കല്യാണത്തിനും സൽക്കാരത്തിനും പോയാലും യജമാനനായ പടച്ചതമ്പുരാന്റെ മുമ്പിൽ നിൽക്കുന്ന നിസ്കാരം അത് നമ്മൾക്ക് പടച്ചവൻ കനിഞ്ഞേകിയ ഒരു ചാൻസാണ്. അത് നഷ്ടപ്പെടാതിരിക്കണം. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ മുസ്ലിമിന്റെ ഐഡന്റിറ്റി എന്താണ്? റമദാനിലെ നോമ്പ് വർഷത്തിലാണ്, സക്കാത്തും വർഷത്തിലാണ്, ഹജ്ജ് ആയുസ്സിലാണ്, ഈമാൻ മനസ്സിലാണ്. പിന്നെ ബാക്കി നിസ്കാരം മാത്രമല്ലേ ഉള്ളൂ. ആ നിസ്കാരം നമ്മുടെ ഐഡന്റിറ്റി അത് കീപ്പ് ചെയ്ത് നമ്മെ ഒരു മുസ്ലിമായി നമുക്ക് തന്നെ പരിഗണിക്കാനാവുന്നൊരു സംഗതിയാണ്. നാം ആ 5 വക്ത് നിസ്കാരം സമയം തെറ്റാതെ നിർവഹിക്കണം. അശുദ്ധികൾ ഉണ്ടാകുന്ന അവസരത്തിൽ അശുദ്ധി ഉണ്ടായത് ഒരു നിസ്കാരത്തിന്റെ സമയം കടന്ന് ആ നിസ്കാരം ഒളു ചെയ്ത് നിസ്കരിക്കാനുള്ള
ഒരു സമയത്തിനു ശേഷമാണ് ആ ഹൈദ് രക്തം പുറപ്പെട്ടതെങ്കിൽ ആ നിസ്കരിക്കാതെ ഹൈദ് രക്തം വന്നെങ്കിൽ പിന്നീട് ആ നിസ്കാരം ഖളാ കൂട്ടണം. നിങ്ങളുടെ ഹൈദ് രക്തം മുറിഞ്ഞത് അസറിന്റെ സമയത്താണെങ്കിൽ അസറിന്റെ കൂടെ ളുഹുറും കൂടി ഖളാ വീട്ടി നിസ്കരിക്കണം. നിങ്ങളുടെ ഹൈദ് രക്തം മുറിഞ്ഞത് 6:15 മഗ്‌രിബാകുന്ന സമയം. ഇപ്പോൾ 6:15 മഗ്‌രിബാണ്. 6 മണിക്ക് നിങ്ങൾക്ക് രക്തം മുറിഞ്ഞെങ്കിൽ കുളിച്ച് നിങ്ങൾക്ക് അസ്ർ നിസ്കരിക്കാനുള്ള സമയമില്ല. എന്നാലും നിങ്ങൾ ആ അസ്റും ഖളാ കൂട്ടണം. അതിൻ്റെ മുമ്പത്തെ ളുഹുറും ഖളാ കൂട്ടണം. കാരണം നിങ്ങൾക്ക് ആ നിസ്കാരം നിസ്കരിക്കാനുള്ളൊരു സമയം രക്തം മുറിഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ബാക്കി വന്നിട്ടുണ്ട്. സഹോദരിമാർ തീരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മസലയാണ്. ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചു പറയാം. ഹൈദ് രക്തം വന്നത് അല്ലെങ്കിൽ പ്രസവം നടന്നത് 12:30 ളുഹർ ബാങ്ക് കൊടുക്കുന്ന കാലഘട്ടത്തിൽ ഒരു 12:40 അല്ല ഒരു 38 ഒക്കെ നിങ്ങൾക്ക് അതും വേണ്ട, ഒരു തക്ബീറത്തുൽ ഇഹ്റാം കിട്ടാനുള്ള സമയം കിട്ടിയാൽ മതി. അത് നിങ്ങൾക്ക് വുളു ചെയ്ത് ചെയ്യാൻ പറ്റിയൊരു സമയത്തിന് ശേഷമാണ് അത് വന്നതെങ്കിൽ ആ നിസ്കാരം നിസ്കരിക്കാതെയാണ് അത് സംഭവിച്ചതെങ്കിൽ ഈ ഹൈദ് രക്തം മുറിഞ്ഞതിന് ശേഷം ആ നിസ്കാരം ഖളാ കൂട്ടണം. പിന്നീട് നിങ്ങൾക്ക് ഹൈദ് രക്തം മുറിഞ്ഞത് മഗ്‌രിബിന്റെ സമയത്താണെങ്കിൽ മഗ്‌രിബ് മാത്രം നിസ്കരിച്ചാൽ മതി. സുബഹിന്റെ സമയത്താണെങ്കിൽ സുബഹി മാത്രം നിസ്കരിച്ചാൽ മതി. ളുഹറിന്റെ സമയത്താണെങ്കിൽ ളുഹർ മാത്രം നിസ്കരിച്ചാൽ മതി. അസറിന്റെ സമയത്തോ ഇശാഇന്റെ സമയത്തോ ആണെങ്കിൽ ആ അസറും നിസ്കരിക്കണം, ളുഹറും നിസ്കരിക്കണം. രണ്ടും നിസ്കരിക്കാനുള്ള സമയം, അസർ നിസ്കരിക്കാനുള്ള സമയം കിട്ടിയില്ലെങ്കിൽ അസറും ഖളാ കൂട്ടണം, ളുഹറും ഖളാ കൂട്ടണം. അസർ നിസ്കരിക്കാനുള്ള സമയം കിട്ടിയാൽ അസർ നിസ്കരിക്കണം, അതിൻ്റെ കൂടെ ളുഹർ ഖളാ കൂട്ടുകയും വേണം. എന്താണ് അതിന് കാരണം? നിങ്ങൾക്ക് അത് നിസ്കരിക്കാൻ പര്യാപ്തമായ ഒരു സമയം ലഭിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ രക്തം മുറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ നിസ്കാരത്തിൽ പ്രവേശിക്കാനുള്ള സമയം കിട്ടി എന്നതാണ് കാരണം. ഇത് കൂടുതൽ സ്ത്രീകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മസലയാണ്. ഞാനത് കൂട്ടത്തിൽ ഉണർത്തിയതാണ്. ഇങ്ങനെ സൂക്ഷിച്ച് എൻ്റെ നിസ്കാരം നഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്ന് നന്നായി സൂക്ഷിക്കണം. ജോലിക്ക് പോകുന്ന ആളുകൾ എത്ര തിരക്കാണെങ്കിലും 5 വക്ത് നിസ്കാരം തെറ്റിച്ച ഒരു പരിപാടിയില്ല. ഇപ്പോൾ അൽഹംദുലില്ലാഹ് നല്ല സൗകര്യം. 6 മണിക്ക് പണിക്കാവും, 2 മണിയാവുമ്പോഴേക്ക് പണി നിർത്തും. കുളിച്ച് വൃത്തിയായി ഭക്ഷണം കഴിച്ച് ളുഹർ നിസ്കരിക്കാനുള്ള സമയമുണ്ട്. നല്ല സൗകര്യമുള്ള ടൈമാണ്. സപ്പോസ് അങ്ങനെയല്ല, ളുഹറിൻ്റെ സമയത്തും പണിയാണെങ്കിൽ ഉച്ചക്ക് പണി നിർത്തി ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ ഒന്ന് കയ്യും കാലും കഴുകി കുളിക്കൊന്നും വേണ്ട. നിങ്ങളെടുത്ത കള്ളിത്തുണി നജസായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ പണിക്ക് വേണ്ടി ഉപയോഗിച്ച ആ സാധനം അല്പം ചളിയോ മണ്ണോ നജസില്ല എന്നുണ്ടെങ്കിൽ അതേ ഡ്രസ്സ് അണിഞ്ഞ് എന്തെങ്കിലും ഒരു ചെറിയ പേപ്പർ എന്തെങ്കിലും വിരിച്ചിട്ട് അല്ലെങ്കിൽ വലിയ പോലെ തടുപ്പം തേട്ടിട്ട് ഒന്ന് സ്കരിച്ചു. നിങ്ങളെ കയ്യിൽ ഒരു ദിശ നോക്കുന്ന ഒരു തവക്ക, നിങ്ങളെ മൊബൈൽ തന്നെ അതിന് ആപ്പുണ്ട്. ആ ആപ്പിൽ ഖിബില എന്ന ആപ്പ് എടുത്തിട്ട് ഒന്ന് നോക്കിയാൽ, ഇല്ലെങ്കിൽ അതൊന്ന് സെറ്റ് ചെയ്താൽ വളരെ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് അവർക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിൾ. യാത്ര പോവാണ്,
നമ്മൾ ഇറങ്ങി നിസ്കരിക്കാൻ നമുക്ക് പറ്റാത്ത ടൈമാണ്. എന്നാൽ നമ്മളെ സീറ്റിലിരുന്ന് കസേരയിൽ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുക. സമയത്തിൻ്റെ ആദരവ് മാനിച്ച് നിസ്കരിച്ചു. ഒതുമില്ല, ഒതുണ്ടാക്കാൻ സൗകര്യമില്ല, തയമ്മം ചെയ്യാനുള്ള മണ്ണുമില്ല, ട്രെയിനിലാണ്, ബസ്സിലാണ്, ബാംഗ്ലൂർ ബസ്സിലാണ്, നിർത്തൂല. അല്ല, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുന്ന സ്ഥലം നിസ്കരിക്കാൻ സൗകര്യപ്പെടുന്ന സ്ഥലമാണെങ്കിൽ അതിനും കൂടി ഉപയോഗപ്പെടുത്തും. ഇല്ലെങ്കിൽ നിങ്ങൾ ബസ്സിലിരുന്ന് നിസ്കരിച്ച് ഇറങ്ങിയതിന് ശേഷം പിന്നീട് ആ നിസ്കാരം ഒന്ന് മടക്കി നിസ്കരിക്കുക. എന്താണ് ഫലം? ഖളാ ആക്കിയതിൻ്റെ കുറ്റം കിട്ടൂല, സമയത്തിൻ്റെ ആദരവ് മാനിച്ചതിൻ്റെ കൂലി കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ട്രെയിനിലായാലും പ്ലെയിനിലായാലും ബസ്സിലായാലും കാറിലായാലും നിസ്കാരം സമയം തെറ്റാത്ത ഏത് പണിയായാലും, എത്ര ചളിയിൽ പുരണ്ട പണിയായാലും നിസ്കാരം സമയം തെറ്റിക്കില്ലെന്ന് ശപഥം ചെയ്യാം. കാരണം അത് നമ്മുടെ രാജാവിൻ്റെ മുമ്പിൽ നമ്മൾക്ക് നിൽക്കാൻ കിട്ടിയ ഒരു അവസരമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, പൂർണ്ണമായും നമ്മൾ ഇനി അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണം. അഥവാ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. എന്താണ് അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ, നമ്മൾ നിസ്കരിക്കുന്നതിൽ നമ്മൾക്ക് അള്ളാഹുവിനെ ഭയപ്പാടുണ്ട്, അള്ളാഹുവിനോട് സ്നേഹവുമുണ്ട്. തെറ്റുകൾ ഉപേക്ഷിക്കുന്നത് നമ്മൾ അള്ളാഹുവിനെ പേടിച്ചാണ്. ഇനി അള്ളാഹുവിനെ സ്നേഹിച്ചുകൂടി നമ്മൾ തെറ്റിനെ ഒഴിവാക്കുന്നൊരവസ്ഥ വരണം. അതെന്താ? നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മുടെ ബാക്കിയുള്ളവരാരും, നമ്മുടെ മക്കളോ പേരമക്കളോ, അവരാരും നമ്മൾ കാണുന്നൊരു തെറ്റ്, നമ്മൾ ചെയ്യുന്നൊരു തെറ്റ് ആരും ഇതുവരെ കണ്ടിട്ടില്ല. അതിന് കാരണം അവരെ നമ്മൾക്ക് പേടിയുമാണ്, അവരോട് നമ്മൾക്ക് സ്നേഹവുമാണ്. അപ്പൊ പേടിയും സ്നേഹവും രണ്ടും കൂടി ഉള്ളപ്പോൾ നമ്മൾക്ക് തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കൂടുതൽ അവസരമാണ്. അപ്പോ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, പിന്നെ എന്നതുപോലെ നമ്മൾ അള്ളാഹുവിനെ പേടിക്കുകയും വേണം, അള്ളാഹുവിനെ സ്നേഹിക്കുകയും വേണം. ഞാൻ ചെയ്യുന്ന ഒരു തെറ്റും എൻ്റെ ബാക്കിയുള്ളവരാരും കാണരുത് എന്ന് എനിക്ക് അഭിലാഷമുണ്ട്, ആഗ്രഹമുണ്ട്, പേടിയും. കാരണം അവരുടെ മുമ്പിൽ അന്തസ്സ് കാക്കണം, അഭിമാനം കാക്കണം എന്നത് നമ്മളുടെ ആശയാണ്. അവരെ തൊട്ടുള്ള പേടി നമ്മുടെ പേടിയുമാണ്. അവരെന്ത് ചെയ്യോ എന്ന് നമ്മളെ പേടിയുമാണ്. അവരെന്നെ പറ്റി എന്ത് വിചാരിക്കുമെന്നത് നമ്മുടെ ആത്മബോധമാണ്, അത് നമ്മുടെ അഭിമാനബോധമാണ്. അപ്പോ ഈ ഒരു സംഗതി നമ്മൾ അള്ളാഹുവിനോടും വേണം. അള്ളാഹുവിൽ നമ്മൾ സ്നേഹമുണ്ട്, അതുകൊണ്ട് എന്നെ പറ്റി അള്ളാഹ് എന്ത് വിചാരിക്കും, അള്ളാഹ് എന്നെ എത്ര സ്നേഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം അള്ളാഹുവിനെ നമ്മൾക്ക് പേടിയുമാണ്. കാരണം അള്ളാഹുവിന്റെ കഠോരമായ ശിക്ഷ എന്നെ കാത്തു നിൽക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾക്ക് അഭിമാനബോധമുണ്ട്. എന്തേ കാര്യം? അള്ളാഹുവിന്റെ മുമ്പിൽ, അള്ളാഹു നമ്മുടെ മുമ്പിൽ അഭിമാനിയാണ്. അവൻ നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ ഒളിപ്പിച്ചു വെച്ചത് നമ്മുടെ അഭിമാനം കാക്കാനാണ്. നമ്മുടെ അഭിമാനം കാക്കാൻ വേണ്ടി അല്ലാഹു തആല നമ്മളുടെ തെറ്റുകളെ ഒളിപ്പിച്ചു വെച്ചു. നമ്മളുടെ അന്തസ്സ് കാക്കാൻ വേണ്ടി നമ്മുടെ തെറ്റുകൾ അവൻ മൂടി വെച്ചു. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അല്ലാഹു ശിക്ഷിക്കുമെന്ന് പേടിച്ചു.
അള്ളാഹു നമ്മെ സ്നേഹിച്ചത് എത്ര വലിപ്പത്തിലാണ്. ഇതുവരെ ഞാൻ ചെയ്ത തെറ്റൊന്നും എൻ്റെ അഭിമാനം ചതപ്പെടുന്നവർക്ക് മുമ്പിൽ അള്ളാഹു വെളിപ്പെടുത്തിയില്ലല്ലോ. അള്ളാഹു എന്നോട് എത്ര സ്നേഹ വാത്സല്യം കാണിച്ചു. ആ സ്നേഹനിധിയായ അള്ളാഹുവിനോട് ഞാൻ എത്ര സ്നേഹത്തോടെ പെരുമാറണം. എൻ്റെ ഉമ്മയോട് എനിക്ക് സ്നേഹവും വാത്സല്യവും ഉണ്ടായപ്പോൾ, എൻ്റെ ഉപ്പയെ എനിക്ക് പേടിയും ഭയവും ഉണ്ടായപ്പോൾ, എൻ്റെ മക്കളോട് എനിക്ക് സ്നേഹവും വാത്സല്യവും ഉണ്ടായപ്പോൾ അവരെയൊക്കെ ഞാൻ പരിഗണിച്ചല്ലോ. ആ പരിഗണനയെങ്കിലും എൻ്റെ പടച്ചവനിൽ ഞാൻ ചെയ്യണമെന്ന വിശാലമായ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് വരും? നമ്മളുടെ ജീവിതകാലത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ചു നോക്കുക. മുൻകാല നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്നിങ്ങനെ കണ്ണു പായിക്കുക. അവിടെയൊക്കെ നമ്മൾ സേഫാണ്. എവിടെ സേഫാണ്? അവിടെ നിന്നൊക്കെ നമ്മൾ സേഫ്റ്റിയാണ്. എവിടെ സേഫ്റ്റിയാണ്? നമ്മളെ ഉറ്റവരിൽ ഉടയവരിൽ നമ്മൾ സേഫാണ്. ഉറ്റവരിലും ഉടയവരിലും സേഫാണോ, അവിടെ നമ്മൾ സേഫാണോ എന്ന് മാത്രമേ നമ്മൾ പരിഗണിച്ചിട്ടുള്ളൂ. നമ്മൾ നമ്മുടെ പടച്ചവന്റെ മുമ്പിൽ സേഫാണോ, പടച്ചവന്റെ അടുത്ത് നമ്മൾ സേഫ്റ്റിയാണോ, എൻ്റെ മുത്തുനബിന്റെ അടുത്ത് ഞാൻ സേഫാണോ, സേഫ്റ്റിയാണോ, എൻ്റെ ബോഡി ഗാർഡായും പ്രൊട്ടക്ഷനായും എന്നെ നിതാന്ത ജാഗ്രതയിൽ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ മലായിക്കത്തിൽ ഞാൻ സേഫ്റ്റിയാണോ, സേഫാണോ എന്ന് നമ്മൾ നമ്മെ സംബന്ധിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. ആ ഒരാലോചനയാണ് യഥാർത്ഥത്തിൽ നമ്മെ പടച്ചോനെ പേടിയുള്ളവരാക്കി മാറ്റുന്ന ഘടകം. അന്നാണ് നമ്മൾ നന്നാവുക, അന്നാണ് നമ്മൾ മരിക്കാൻ പാകപ്പെടുക. ആ ഒരവസ്ഥയിലേക്ക് നമ്മളമ്മയും ബാപ്പിയും മക്കളും കാണുന്നത് പോലെ നമ്മളെ പടച്ചോനും മുത്തുനബിയും മലക്കുകളും നമ്മളെ കാണുന്നത് നമ്മൾക്ക് സ്നേഹത്തിന്റെ നിലക്കും പേടിയുടെ നിലക്കും ആത്മാഭിമാനത്തിന്റെ നിലക്കും അഭിമാനബോധത്തിന്റെ നിലക്കും നമ്മൾക്ക് വിചാരപ്പെടലുണ്ടായാലാണ് നമ്മൾ നന്നാവുക. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ആരൊക്കെയോ ഒരു വലിയ ബർക്കത്തുണ്ട്. അതുകൊണ്ട് തന്നെ ആരും ഇല്ലെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. എല്ലാവരും ഉണ്ട്. പക്ഷേ എല്ലാവരും കൂടി ഒത്തുപിടിച്ച് ഇത് ഈ രീതിയിൽ എത്തിക്കുന്നു. തിരിഞ്ഞു നോക്കിയാൽ ഒന്നുമില്ലെങ്കിലും എല്ലാം പ്രൗഢഗംഭീരമായി നടക്കുന്നു. മുതഅല്ലിമീങ്ങളും ഉസ്താദുമാരും നാട്ടുകാരും ഇതിൻ്റെ അഭ്യുദയകാംക്ഷികളൊക്കെ ഒരുമിച്ച് കൂടി വളരെ സാഹസപ്പെട്ടൊരുക്കിയ ഈ പ്രോഗ്രാമിന് എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ജാഫർ സാഹിബ്, ഞാൻ എൻ്റെ അദ്ദാദ് ഓതുന്ന അവസരത്തിലൊക്കെ ഫാത്തിഹയിലെ ഒരു ഭാഗം എൻ്റെ ജാഫർ സാഹിബിനാണ്. ഞാൻ എൻ്റെ അബ്ദുൽ വാരി സഖാഫി, മുബശ്ശിർ സഖാഫി, ഖാസിം ഹസനി, സജ്ജാദ്, ഈ 4 ആളുകളെ പേര് പറഞ്ഞാൽ പിന്നെ ഞാൻ അഷ്റഫ് സഖാഫി, കല്ലാമുൽ ഉസ്താദ്, ഇത് കഴിഞ്ഞാൽ പിന്നെ ജാഫർ സാഹിബാണ് എൻ്റെ ഫാത്തിഹയിലെ ഒരു അംഗം. കാരണം അത്രത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം നമ്മൾക്ക് ബാക്കി വെച്ച് പോയ വലിയ ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ കെടാതെ സൂക്ഷിക്കണം. ഇതെവിടെയെങ്കിലും ഒരു പാളിച്ചയോ വീഴ്ചയോ സംഭവിക്കുന്നത് നിങ്ങളിതിനെ നിങ്ങളുടെ വീടിൻ്റെയും നിങ്ങളുടെ കെട്ടിടത്തിൻ്റെയും
നിങ്ങളുടെ പറമ്പിൻ്റെയും ഒരു വീഴ്ചയായി, ഒരു പൊട്ടലായി, വിള്ളലായി ഇത് കണ്ട് ഇതിനെ സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങണമെന്ന് വിനയപുരസ്സരം ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞാൽ തന്നെയും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിൻ്റെ നല്ല ബോധവും ബുദ്ധികൂർമ്മതയുമുള്ളവരായതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഈ പരിശുദ്ധമായ സമ്മേളനം ഒരുപാട് നന്മകൾ പെയ്തിറങ്ങുന്ന, ഒരുപാട് നന്മകൾക്ക് തുടക്കമിടുന്ന, ഒരുപാട് സന്തോഷങ്ങൾ പെയ്തിറങ്ങുന്ന, അവസാനം ഒന്നിച്ചൊരുമിച്ച് സ്വർഗീയ ലോകത്ത് കൂട്ടമായി പറയാൻ പറ്റുന്ന വലിയൊരു സംരംഭമായി ഇതിന് അല്ലാഹു തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി